Hi guys, so today we are going to discuss about love, the basic need of a person. അതൊരു ബേസിക് നീഡാണ് ലൈക്ക് ഫുഡ് വാട്ടർ ആൻഡ് ഷെൽട്ടർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാൾ പബ്ലിക്കായിട്ട് എനിക്ക് പ്രണയമുണ്ടെന്ന് പറയുന്നതും അയാളെ ചിലർ കോഴി എന്ന് പറയുന്നതും ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഈ മെയിൽ പേഴ്സൺസിൻ്റെ അടുത്ത് വേറൊരു മെയിൽ പേഴ്സണെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുന്നത് കോഴിയാണെന്ന്. ഈ കോഴി പിന്നെ നമ്മളെ രാത്രി 10 മണിക്ക് വിളിക്കുകയും ചെയ്യും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴികളാണ്. കോഴികൾക്ക് എന്താ കുഴപ്പം? ആരോഗ്യപരമായ കോഴികളുണ്ട് അല്ലേ? നല്ലത് അത് നമ്മൾ റോഡിലൂടെ പോകുമ്പം ചിലർ പാട്ട് പാടാറുണ്ട്. അപ്പോൾ നമ്മളത് സത്യത്തിൽ ആസ്വദിച്ചിട്ട് പോകും. പക്ഷെ നമ്മളെ വന്ന് അവർ ശാരീരികമായി നമ്മുടെ പ്രൈവറ്റ് സ്പേസിന് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. തെറി പറയുന്നതും തെറ്റാണ്. ഇപ്പോൾ ഒരാൾ നമ്മളെ ഒന്ന് ഇങ്ങനെ ഒരു പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പഞ്ചാര അത് ആരോഗ്യകരമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു പരിധി വിടാൻ പാടില്ല. അപ്പോൾ ലവ് സ്നേഹം എന്ന് പറഞ്ഞൊരു ബേസിക് നീഡാണ്. അത് പറയാൻ നമുക്ക് നാണക്കേടാണ്. നമ്മളത് ഡിസ്കസ് ചെയ്യുന്നിടത്തൊന്നും എത്തത്തില്ല. അത് പറയുന്നവരെല്ലാം കുറ്റക്കാരായി ചിത്രീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ നമുക്കത് ആവശ്യവുമാണ്. ഒരു ബേസിക് നീഡാണ്. നമ്മളൊരു പൊളിറ്റീഷ്യൻ നമുക്കിപ്പോൾ കുറച്ച് അറ്റൻഷൻ വേണം, സ്നേഹം വേണം. നമ്മളൊരു പൊളിറ്റിക്കൽ ഫിഗറാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒത്തിരി പേര് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. അവിടെ നമ്മുടെ സ്നേഹം സത്യത്തിൽ ഈ അറ്റൻഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കുറേ പേരുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് നമ്മുടെ ലവ് നീഡ്, സ്നേഹത്തിൻ്റെ ആ ഒരു ബേസിക് നീഡ് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ? ഇല്ല. നമുക്ക് മനുഷ്യരിൽ നിന്ന് ഒരു പൊളിറ്റീഷ്യന് മനുഷ്യരിൽ നിന്ന് അറ്റൻഷൻ കിട്ടുന്ന ആ ബേസിക് നീഡ്, ആ ആ സ്നേഹത്തിനോടുള്ള ആർത്തി, അതൊരു സിംഗിൾ പേഴ്സണ് മാത്രമേ നമുക്ക് നമ്മുടെ നീഡ്സും നമ്മളെ അറിയാനും സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റാറുള്ളൂ. ഐ വാസ് ഇൻ ലവ് വിത്ത് എ പേഴ്സൺ ഫ്രം എൻ്റെ ഒരു 5 വയസ്സ് തൊട്ട് ഞാൻ ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അപ്പോൾ അതെനിക്ക് അച്ഛമ്മ പറഞ്ഞു തന്നാണ്. ഇയാളെ പ്രണയിച്ചോളൂ, ജീവിതത്തിൽ രക്ഷപ്പെടും. അയാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ആ പ്രണയം. അപ്പോൾ അവസാനം പറഞ്ഞു തരാം ആരാണ് ആ ആ ആ ആ എന്താ പറയുന്നത്, ആ നായകൻ. അപ്പോൾ എനിക്ക് കുറച്ച് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും പോലെ അത് വീണ്ടും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, തിരിച്ചു വരും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് കുറച്ച് ലംബുകളുണ്ട്, സ്പൈൻ വന്നിട്ടുണ്ട്, എസ് ഷേപ്പ് ആണ്. പിന്നെ മനുഷ്യരെ ഏൽപ്പിച്ച മുറിവുകൾ ധാരാളമുണ്ട്. ഇതിനൊക്കെ രോഗങ്ങളെക്കാൾ ഉപരി ദാരിദ്ര്യമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നല്ല പോഷായിട്ടും ജീവിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ഓണത്തിനൊക്കെ 13-14 ജോഡി ഡ്രസ്സ് കിട്ടുമായിരുന്നു. എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ അച്ഛമ്മ പറഞ്ഞ് എനിക്ക് മേടിച്ചു തരുന്നതാണ് ഓരോ അപ്പം അങ്ങനത്തെ ഒരു പോഷ് ലൈഫ്. എന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ സമയത്ത് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഈ അപ്സ് ആൻഡ് ഡൗൺസ് എനിക്ക് പോവാൻ പറ്റിയത്, ഞാൻ പഠിച്ചത് എൻ്റെ അച്ഛമ്മയുടെ കയ്യിലാണ്. അച്ഛൻ്റെ അമ്മയുടെ കൈകളിലായിരുന്നു ഞാൻ 9ാം ക്ലാസ് വരെ. എന്നിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഐ എം പ്രൗഡ് അബൌട്ട് ദാറ്റ്. അപ്പോൾ അവരെനിക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെ ഒരു 5 വയസ്സ് തൊട്ട് ഈ പർട്ടിക്കുലർ വ്യക്തിയെ പ്രണയിക്കാൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അയാൾ ഒറ്റയാൻ. പക്ഷെ അയാൾ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കാൻ കാരണം തന്നെ അയാളാണ്. പക്ഷെ അയാളുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഐ ആം ഇൻ ലവ് വിത്ത്. കുറേ നാള് ഈ പുള്ളിയെ ഞാൻ സ്നേഹിച്ചിരുന്നു, പ്രണയിച്ചിരുന്നു. എൻ്റെ പലതരം അസുഖങ്ങളിൽ നിന്ന് ഈ ആൾക്ക് ഞാനൊരു പൂജ കൊടുക്കും. അപ്പോൾ പലതരം അസുഖങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇയാളെ പ്രണയിക്കാം, ബട്ട് ബി കെയർഫുൾ. പണ്ട് ഇയാളെ പ്രണയിച്ച ഒരാൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വിത്തൗട്ട് ഫിസിക്കൽ റിലേഷൻ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഒരു 2-3 എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ ഇയേഴ്സായിട്ട് ഞാൻ എൻ്റെ അമ്മ അയാളെ പ്രണയിക്കുന്ന കണ്ടിട്ടുണ്ട് ഡെയിലി. അപ്പോഴും ഞാൻ ഓർത്തു, പിന്നെ ഞാനത് എവിടെയോ മറന്നുപോയി. എഗൈൻ ഞാനൊരു ഡോക്ടറെ ഇടയ്ക്ക് കാണാൻ പോയപ്പം പുള്ളി എന്നോട് പറഞ്ഞ് ലവ് ക്യാൻ, സ്നേഹത്തിന് ഒരുപാട് നമ്മൾ ലൈഫ് ചെറിഷാക്കാൻ പറ്റും.
അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണം. ഈ കല്യാണം കഴിഞ്ഞ ഉടനെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരുടെ മുഖത്തൊരു നല്ല കളർ ഉണ്ടാവും, ഒരു തേജസ് ഉണ്ടാവും. ഞാൻ ഈ RCCയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. കാരണം ഒരാൾ മരിക്കാൻ പോയപ്പോൾ അവസാനം എന്നോട് അവർ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ ആദ്യ ദിനങ്ങളിൽ, എൻ്റെ കല്യാണം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിൽ ഹസ്ബൻഡ് എൻ്റെ കൂടെ എങ്ങനെയായിരുന്നു അതുപോലെ കുറച്ച് നിമിഷങ്ങൾ അവർ പോകാറായി അവരുടെ ആഗ്രഹം. ഞങ്ങൾ അവർക്കൊരു പ്രത്യേക റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവസാനം വരെ. അവർ വളരെ സന്തോഷത്തോടെയാണ് പോയത്. അപ്പോൾ ഈ സ്നേഹത്തിന് ഞാൻ പഠിച്ചൊരു കാര്യം, സ്നേഹത്തിന് മിറക്കിൾസ് ഉണ്ടാക്കാൻ പറ്റും. മിറക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അസുഖങ്ങളെ പോലും മാറ്റാൻ കഴിവുള്ള മനുഷ്യരുണ്ട്. ഞാൻ RCC പോകുമ്പോൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഹസ്ബൻഡും വൈഫും ചിലർ തിരിഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ സ്നേഹത്തിന് ഒരു ഭയങ്കര മരുന്നാണത്. സയന്റിഫിക്കലി ഓഷോ പറയുന്നുണ്ട്, സയന്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരാളുമായി സ്നേഹത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഹഗ് ചെയ്യുമ്പോൾ ഒക്കെയാണ് ഓക്സിറ്റോക്സിൻ, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്, ലവ് ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിനൊരു പവർ ഉണ്ട്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചില മനുഷ്യരെ RCCയിലൊക്കെ കൊണ്ടുവന്നൊന്ന് ഫ്രണ്ടിലൊന്ന് ഇരുത്തിയാലോ, ദേ ക്യാൻ വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ക്യാൻസർ പേഷ്യൻസിനെയും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ സ്നേഹത്തിന് മരുന്നാകാൻ പറ്റും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതുവാ. എൻ്റെ ശരീരത്തിലെ പല മുഴകളുണ്ടായിരുന്നു, അസുഖങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൂടെ സർജറി ചെയ്തവരെല്ലാം, സ്പൈൻ സർജറിക്ക് പോയവരെല്ലാം ഇപ്പോൾ തളർന്ന് കിടപ്പാണ്. ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്, ഗോഡ്സ് ഗ്രേസ്. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മാസത്തിലൊരിക്കൽ, എനിക്ക് 2 മാസത്തിലൊരിക്കൽ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. പെയിൻ കൂടുമ്പോൾ ഒരു മസാജൊക്കെ എടുക്കേണ്ടി വരുമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. കുറച്ച്, ഒരുപാട് പറ്റത്തില്ല കേട്ടോ. വീട്ടിലെ കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഓർക്കണം, ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. നോബഡി ടു സപ്പോർട്ട് മീ. കുക്കിംഗ്, സാധനം മേടിച്ചോണ്ട് വരണം, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം, എൻ്റെ രോഗങ്ങൾ ചികിത്സിക്കണം. ഇതിനെന്നെ സഹായിച്ചത് ഒരാളോടുള്ള പ്രണയമാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ആളെ ഒന്ന് പ്രണയിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. എൻ്റെ ഞാനൊരു സാക്ഷിയാണ് അതിന്. കാരണം ഞാൻ രാവിലെ എണീറ്റ് ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി. എല്ലായിടവും ട്രീറ്റ് ചെയ്തു. 10-18 ലക്ഷം രൂപയൊക്കെ പോയി. ദാരിദ്ര്യത്തിലായി. ഒരു റെന്റ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു വീടുണ്ടായി എന്നുള്ള സത്യമായപ്പോൾ ഞാനൊരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ ആ ഡോക്ടർ എനിക്ക് അച്ചമ്മ പറഞ്ഞു തന്ന ആ നായകനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു തന്നു. നിങ്ങൾ ആ നായകനെ ഒന്ന് വിളിച്ചു നോക്കൂ, ചിലപ്പോൾ നിങ്ങളുടെ അസുഖം ഒന്നാണ്. ഗോഡ്സ് ഗ്രേസ്. ഇപ്പോൾ ഒരു 1 year ആയി എനിക്ക് പറയാൻ പറ്റും, ലവ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രണയം ബുക്കുകളോടാണ്. എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര റീഡറൊന്നുമല്ല. കുറച്ച് ബുക്കുകൾ വായിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാൾ എനിക്കൊരു ഭ്രാന്തുള്ളത് ഈ ബുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ബുക്ക് കാണാൻ എനിക്കിഷ്ടമാണ്. കാണുമ്പോൾ എൻ്റെ കട്ടിലിൽ എപ്പോഴും ബൈബിള്, തൊട്ടപ്പുറത്ത് രാമായണം, പിന്നെ കുറച്ച് ബുക്സ്. ദ ലവ് ടുവേഴ്സ് മ്യൂസിക്, പാട്ട്. എന്നെ അടിച്ചു കൊന്നാലും അടിച്ചു കൊന്നിട്ടേക്കുവാന്ന് വിചാരിച്ചു ഞാനൊരു പാട്ട് കേട്ട ഉണർന്നു വരും. അപ്പോൾ ഈ പ്രണയം, നിങ്ങളുടെ അസുഖങ്ങൾ ഭേദമാക്കാൻ നിങ്ങൾ ഒരാൾ പ്രണയിച്ചാൽ മതി, സൂര്യനെ. ഒന്ന് ഓർത്തു നോക്കിക്കേ, കുന്തി ദേവിക്ക് പണ്ട് തീവ്രമായി പ്രണയിച്ചു നോക്കൂ. നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ചൂട് പോലും തോന്നത്തില്ല. എൻ്റെ ശരീരത്തിലെ പലതരം അസുഖങ്ങൾ മാറി. എൻ്റെ മുഖത്തൊരു സന്തോഷം വന്നത് എൻ്റെ 2 പ്രണയങ്ങളിലൂടെ. ഒന്നിതാ സൂര്യൻ, മറ്റത് സീക്രട്ട്. പിന്നെ പറഞ്ഞുതരാം. സോ പീപ്പിൾ ക്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകൃതിക്ക് നമ്മുടെ ജീവിതത്തിൽ വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സാക്ഷ്യമായി പറയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആദിത്യ ഹൃദയ മന്ത്രം ഒന്ന് പറഞ്ഞു നോക്കൂ ഡെയിലി. ആ സൂര്യപ്രകാശം ദേഹത്തിൽ ഒന്ന് അടിച്ചു നോക്കൂ. എൻ്റെ അച്ചമ്മ എന്നെ കൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കുമായിരുന്നു. അതാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ. ജീവിതം എന്ന് പറഞ്ഞാൽ വിജയങ്ങൾ മാത്രമാണോ? എങ്ങനെ ഓരോ പരാജയങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ഒരുപാട് ലൈഫ് മൊത്തം പരാജയങ്ങളായിരുന്നു. ഞാനതെങ്ങനെ ഫേസ് ചെയ്തു, ഞാൻ എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തില്ല, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ബേസിക് സ്നേഹമാണ്. നമുക്ക് ലവ് ക്യാൻ നമ്മുടെ ജീവിതത്തിൽ വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇന്ന് രാത്രി പോയിട്ട് വൈഫിനോട്, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനോട് ഒരു പഞ്ചാരയൊക്കെ അടിച്ച് ഒരു പാട്ടൊക്കെ പാടി കൊടുത്തു നോക്കിയേ.
ഒന്ന് ഉറങ്ങും വരെ ഒന്ന് കൂടെയൊക്കെ ഇരുന്ന് നോക്കിക്കേ, നാളെ നല്ല സൂപ്പർ ഫുഡ് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളൊന്ന് പ്രണയിച്ച് നോക്കിക്കേ. ദാറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യു. ഓക്കെ, ബൈ ബൈ.